അസ്സലാമു അലൈക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പോൾ ആ ബെല്ലൈക്കണ്ണും കൂടി നിൽക്കാട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗ് കിട്ടാം. അപ്പോൾ പുള്ളെല്ലാം കളിക്കുന്നുണ്ട്, ഇങ്ങനെ കിച്ചൺ സെറ്റെല്ലാം എടുത്തിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് രാവിലെ പറഞ്ഞു കേട്ടോ, മേഗി ആക്കി തരണം, ഇന്ന് ഞങ്ങൾക്ക് മേഗി വേണമെന്ന്. അപ്പോൾ ഞാൻ മേഗി അങ്ങനെ കൊടുക്കലില്ല, എപ്പോഴെങ്കിലും ഇങ്ങനെ അവർക്ക് തോന്നുമ്പോൾ ഇന്ന് രാവിലെ എന്തോ എണിച്ചിട്ടാകുമ്പോൾ പറഞ്ഞു മേഗി വേണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ചോദിച്ചതല്ലേ. എപ്പോഴെങ്കിലും തോന്നുന്നതിന് പ്രശ്നമില്ല അല്ലേ, എപ്പോഴും തോന്നുമ്പോഴല്ലേ പ്രശ്നം. അപ്പോൾ മേഗി എല്ലാവർക്കും ആക്കാൻ അറിയുന്നത് തന്നെയല്ലേ. അപ്പോൾ ഞാൻ അതിനുള്ള വെള്ളമെല്ലാം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏത് ഫ്ലേവർ പറഞ്ഞാൽ ചിക്കൻ ഫ്ലേവർ എന്ന് പറഞ്ഞുള്ള ഒരു മേഗി കേട്ടോ, ചിക്കൻ കറി എന്ന് പറയുന്നത്. അങ്ങനെ മേഗി എല്ലാം ഇതാക്കിയിട്ട് അതിൻ്റെ അടുക്ക് ഞാനില്ലേ ഈ വെള്ളം വെച്ചിട്ടായിട്ട് അതിൻ്റെ അടുക്ക് ഞാൻ അവരെ കുളിപ്പിക്കാൻ വേണ്ടി പോയിട്ടാണ്. കുളിപ്പിച്ചിട്ട് വരുമ്പോൾക്ക് വെള്ളം തളിച്ചിട്ട് വന്ന് അങ്ങനെ ഇല്ലെങ്കിലേ രാവിലെ ഞാൻ കുളിപ്പിക്കൽ. ഇപ്പം ഭയങ്കര തണുപ്പായതുകൊണ്ടില്ലേ, ഇപ്പോൾ വൈകിട്ട് ഒരു ഉച്ചക്ക് ഞാൻ കുളിപ്പിക്കൽ. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടോ, ഒരു 4 മണിയായി കുളിപ്പിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ അടുക്ക് ഒരു യുദ്ധം കഴിഞ്ഞിട്ടാണ്, എനിക്ക് വേറെ ഡ്രസ്സ് വേണം, നമുക്ക് അതേ അങ്ങനത്തെ ഡ്രസ്സ് വേണം എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനത്തെ ഡ്രസ്സ് ഉണ്ടായിന്, മാത്രം കാണുന്നില്ല, അത് പൈതിട്ടേടി അങ്ങനെ അവിടെ വെച്ചിന് ഓറന്നെ ചാടുന്ന എല്ലാം എടുത്തിട്ട്. അങ്ങനെ രണ്ടാളെയും ഞാൻ എന്താക്കിയറിയാം സമാലാക്കിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫിഷ് ഉണ്ട്, അപ്പോൾ രാത്രിക്ക് ദോശ ചൂടാന്ന് വിചാരിച്ചു. ചില ആൾ ഉപ്പ് ഇങ്ങനത്തെ ഇതെല്ലാം ഇടുന്നില്ല, ഉപ്പ് ഉള്ളി ഇങ്ങനത്തെ എല്ലാം ഇട്ടിട്ടെല്ലാം വേവിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഇടലില്ല കേട്ടോ. ഞാൻ സെപ്പറേറ്റിൻ്റെ കടല വേവിച്ചിട്ടായിട്ട് ഒരു 3 വിസിലെടുക്കുമ്പോൾ അതിലേക്കില്ല ഒരു ഉരുളക്കയും കൂട്ടിയിട്ട് അതിൽ വിസിലെടുപ്പിക്കോട്ടെ. അപ്പോൾ അത് കടല വേവിച്ച് അങ്ങനെ ഇനിയിപ്പോൾ അതിന് വേണ്ട സാധനമെല്ലാം എടുത്തേക്കട്ടെ ഫ്രിഡ്ജിൽ നിന്ന്. തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പോൾ അതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ബോക്സിൽ ടിഷ്യൂ ഇട്ടിട്ട് വെച്ചാൽ കുറേ കാലത്തേക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചിട്ടായിട്ട് ഇനി അതെല്ലാം ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടെടുക്കണം. പിന്നെ ഈ ഗാർലിക്ക് ഒന്ന് ചതച്ചെടുക്കുക. ഗാർലിക്ക് ഭയങ്കര പാനല്ല, ഞാൻ തൊല്ലിയിട്ട് ഫുള്ളൊക്കെ തൊലിയെല്ലാം കിടന്നിട്ട് വെക്കലിട്ടാ. അപ്പോൾ പെട്ടെന്നാവുമല്ലോ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ അതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്ത്, മിക്സിയിലല്ല മറ്റേ ചോപ്പറിലിട്ട് അടിച്ചെടുത്തിട്ടാണ്. എന്നിട്ട് തക്കാളി, ഉള്ളി, കറി ലീഫെല്ലാം അതിൻ്റെ അടുത്ത് ഞാൻ എന്താക്കിയറിയാം പാത്രം കഴുകാനുണ്ടായിന്. അപ്പോൾ പാത്രം കഴുകിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. കുറേ പാത്രം ആകുമ്പോൾ നല്ലോണം കൂടിയിട്ട് വരുമ്പോൾ നമുക്കൊരു മടി വരുമല്ലോ. അങ്ങനെ പാത്രമെല്ലാം കഴുകി വെച്ചിട്ടാ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാത്രം കഴുകി വെച്ചെങ്കിലേ നമുക്കിങ്ങനെ അങ്ങനെ അധികം ഒരു പണി ഉണ്ടാവില്ല, വേവേ പണിയാവുമല്ലോ. അങ്ങനെ കടലക്കറിയിൽ ഞാൻ എല്ലാം ഇതാക്കിയിട്ട് കടലെല്ലാം വേവിച്ചിട്ട് ഇനി കുറച്ച് മുളക് പൊടിയും കുറച്ച് കൊത്തമ്പാരി പൊടിയിട്ട് പിന്നെ അത് തിളച്ച് വരുമ്പോൾ ചെറുങ്ങനെ തേങ്ങാപ്പാലിലൊക്കെ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ വെച്ച് ഭയങ്കര ടേസ്റ്റ് ഇട്ടു. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഫോളോ ഫോർ മൈ വീഡിയോസ്. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.